അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ഇന്ന് ഒരു കൊച്ചു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ നബിദിനം ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു കഥയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ആ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ സുന്ദര നിമിഷത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഈ കഥയുടെ പേര് വിസ്മയം തീർത്ത കാരുണ്യം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. മക്ക നഗരം വിജനമാണ്. മനസ്സിനെ കുളിരണിയിക്കുന്ന കാലച്ച ഓരോ മണിത്തരും കൊതിച്ചു പോകുന്നു. ആ ഒരു പാദസ്പർശം എന്നിലായിരുന്നുവെങ്കിലെന്ന്. ആ കാലച്ച മറ്റാരുടേതുമല്ല, ലോകാനുഗ്രഹി തിരുനബിയുടേതായിരുന്നു. മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുകയാണ് തിരുമേനി. അല്പം കാടുകൾ നിറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരു ഏങ്ങി കരച്ചിലിന്റെ ശബ്ദം. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോഴതാ ഒരു മലമേടൻ കിടന്നുറങ്ങുന്നു. തന്റെ അരികിൽ വലയിലകപ്പെട്ട ഒരു മാൻപേട. ആ മാൻപേട തങ്ങളെ കണ്ടതോടെ കരച്ചിലിന്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണു നീരൊലിപ്പിച്ചുകൊണ്ട് മാൻ നബിയോട് പറഞ്ഞു, നബിയേ, ഞാൻ പ്രസവിച്ച് 3 ദിവസമേ ആയിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണവും തേടി വന്നതാണ്. തങ്ങളെന്നെ രക്ഷപ്പെടുത്തിയാലും. ഉടനെ തന്നെ നബി തങ്ങൾ മലമേടിനോട് പറഞ്ഞു, ഈ മാനിനെ അഴിച്ചുവിടും. അത് അതിന്റെ കുട്ടികൾക്ക് പാലൂട്ടി തിരിച്ചു വരും. അപ്പോൾ മലമേടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ മാൻ തിരിച്ചു വരുമെന്നോ? എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത്? മലമേടൻ ഒന്ന് ആലോചിച്ചതിന് ശേഷം വീണ്ടും ചോദിച്ചു, ശരി, അതിന് നിങ്ങൾ ജാമ്യം നിൽക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. അപ്പോൾ മലമേടൻ പറഞ്ഞു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഇതിനു പകരമായി നിന്നെ ഞാൻ അറുത്തു കളയും. നബി തങ്ങൾ പറഞ്ഞു, താങ്കൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉടനെ തന്നെ ആ മലമേടൻ ആ മാനിനെ അഴിച്ചുവിട്ടു. മാൻ ഓടി മറഞ്ഞു. പറഞ്ഞ സമയം കഴിയാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. മലമേടന്റെ കഠാര കഴുത്തിലേക്ക് നീളുന്നു. അപ്പോഴത്തെ പൊട്ടിപ്പൊട്ടലുകൾ പറത്തി ആ മാൻ പേടിയെത്തിക്കഴിഞ്ഞു. മലമേടൻ അമ്പരന്ന് പോയി. ഇതെന്തൊരു അത്ഭുതമാണ്! ഉടനെ തന്നെ നബി തങ്ങളോട് അവൻ ചോദിച്ചു, താങ്കൾ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തന്നെ അവൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ മാനിനെ അഴിച്ചുവിടുകയും ചെയ്തു. എന്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ ഒരു കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. കൂട്ടുകാരെ, ഇതിന്റെ വരികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പോയി അവിടെ കണ്ടോളൂ.